ഓസിലേഷൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ചാപ്റ്ററാണ് ഓസിലേഷൻസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് കുറച്ച് ടേംസ് പഠിക്കുന്നത് എന്താണ് പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത മൂവ്മെൻറ്റിന് പറയുന്ന പേരാണിത് പീരിയോഡിക് മോഷൻ. അപ്പോൾ പീരിയോഡിക് മോഷൻ മീൻസ് എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം. എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഓഫ് പ്ലാനറ്റ് അറൗണ്ട് ദ സൺ, സൂര്യന് ചുറ്റും പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്, അതാണ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ എർത്തിന് ചുറ്റുമുള്ള മൂണിൻ്റെ മൂവ്മെൻറ്റ്, അതേപോലെ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ്, അങ്ങനെയൊക്കെ ഉള്ളത് എന്താണ് പീരിയോഡിക് മോഷന് എക്സാമ്പിളാണ്. അപ്പോൾ സണ്ണിന് ചുറ്റുമുള്ള പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്, എർത്തിന് ചുറ്റുമുള്ള മൂണിൻ്റെ മൂവ്മെൻറ്റും അത് രണ്ടും ഒരേപോലെയാണ്. എന്നാൽ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? മുന്നോട്ടും പുറമോട്ടുമുള്ള മൂവ്മെൻ്റാണ്. പീരിയോഡിക് മോഷൻ തന്നെ റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ്. അങ്ങനെയുള്ള ടു ആൻഡ് ഫ്രോ മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസിലേഷൻ അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ. അപ്പോൾ മുന്നോട്ടും പുറമോട്ടുമുള്ള മൂവ്മെൻറ്റ്, ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി അബൌട്ട് എ മീൻ പൊസിഷൻ, അതായത് ഒരു മീൻ പൊസിഷൻ അബൌട്ടായിട്ട് മുന്നോട്ടും പുറമോട്ടുമുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ എന്ന് പറയും. അതിന് എക്സാമ്പിൾസ് ആണ് ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ്, സ്ട്രിങ്ങിൻ്റെ ഊഞ്ഞാലിൻ്റെ മൂവ്മെൻറ്റ്, ഒരു മീൻ പൊസിഷൻ അബൌട്ടായിട്ട് അതിൻ്റെ മുന്നോട്ടും പുറമോട്ടുമുള്ള മൂവ്മെൻറ്റ്. അതേപോലെ തന്നെ നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ്. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരെൻഡ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചല്ലോ, ഒരെൻഡ് ഫിക്സ് ചെയ്തേക്കണം, മറ്റേ എൻഡിൽ ഒരു ബോബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് അബൌട്ടായിട്ട് ഈ പെൻഡുലത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റ്. പിന്നെ ഒരു ട്യൂണിംഗ് ഫോർക്ക്, എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്കിന്റെ മൂവ്മെന്റ്, ഇതെല്ലാം ഏതിന് എക്സാമ്പിൾസ് ആണ്? ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ആണ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം. റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷന് പറയുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ആൻഡ് ഫ്രോ മോഷൻ തന്നെ റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണം. അത് എങ്ങനെയായിരിക്കണം? ടു ആൻഡ് ഫ്രോ മോഷനും ആയിരിക്കണം. അങ്ങനെയാണ് അതിനെ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ. ഹൈ ഫ്രീക്വൻസി ഉള്ള ഓസിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വൈബ്രേഷൻ. ഹൈ ഫ്രീക്വൻസിയിലുള്ള ഓസിലേഷൻ, ഹൈ ഫ്രീക്വൻസിയിലുള്ള ടു ആൻഡ് ഫ്രോ മോഷനെ വിളിക്കുന്ന പേരാണ് വൈബ്രേഷൻ. അതുകൊണ്ട് ഇപ്പോൾ ട്യൂണിംഗ് ഫോർക്കിന്റെ കേസിൽ നിന്നൊക്കെ പറയുമ്പോൾ അതെന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ അത് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിന്റെ മൂവ്മെന്റിനെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? വൈബ്രേഷൻ ഓഫ് ആൻ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്ക്. ഒരു എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വൈബ്രേഷൻ മീൻസ് ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻ. ഇനി പീരിയോഡിക് മോഷനും ഓസിലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് ആണ്, ബട്ട് എല്ലാ പീരിയോഡിക് മോഷനും എന്താകണമെന്നില്ല? ഓസിലേറ്ററി ആകണമെന്നില്ല. എക്സാമ്പിൾ, സണ്ണിന് ചുറ്റുമുള്ള പ്ലാനറ്റ്സിന്റെ മൂവ്മെന്റ്, അത് പീരിയോഡിക് മോഷനാണ്, പക്ഷേ അതെന്തല്ല? ടു ആൻഡ് ഫ്രോ മോഷൻ അല്ല. അതുകൊണ്ട് അത് എന്തല്ല എന്ന് പറയും? ഓസിലേറ്ററി മോഷൻ അല്ലെന്ന് പറയാം. അപ്പൊ നമുക്ക് പറയാം ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ പീരിയോഡിക്, ബട്ട് ഓൾ പീരിയോഡിക് മോഷൻസ് ആർ നോട്ട് ഓസിലേറ്ററി. ഇപ്പോൾ എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് ആണ്, പക്ഷെ എല്ലാ പീരിയോഡിക് മോഷൻസും ഓസിലേറ്ററി ആകണമെന്ന് നിർബന്ധമില്ല. ഇനി ഓസിലേറ്ററി മോഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ്. ഒന്ന് പീരീഡ് ടി. പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്മാളസ്റ്റ് ടൈം ഇന്റർവൽ ആഫ്റ്റർ വിച്ച് എ പീരിയോഡിക് മോഷൻ ഈസ് റിപ്പീറ്റഡ്. അപ്പോൾ ഒരു പീരിയോഡിക് മോഷൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടുന്ന ആ സ്മാളസ്റ്റ് ടൈം ഇന്റർവെലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടൈം പീരീഡ്. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ n ടൈംസ് ഓസിലേറ്റ് ചെയ്തു ഇൻ എ ടൈം സ്മോൾ ടി സെക്കൻഡ്. അപ്പോൾ n ടൈംസ് സ്മോൾ ടി സെക്കൻഡ് കൊണ്ട് ഓസിലേറ്റ് ചെയ്തെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുത്ത സമയം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്. അപ്പോൾ ഒരു പീരിയോഡിക് മോഷൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടുന്ന സ്മോളസ്റ്റ് ടൈം ഇന്റർവെലിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ പീരീഡ് ടി. ടി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് അതായത് നമ്പർ ഓഫ് ഓസിലേഷൻസിന് വേണ്ടുന്ന ടൈം, അതേ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ബൈ കറസ്പോണ്ടിങ് ടൈം. അപ്പോൾ ഇതിന്റെ നേരെ റിവേഴ്സ് ഇവിടെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സെക്കൻഡ് ഇൻവേഴ്സ് എഴുതാം, അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. ഇനി ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസിയും
ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ആണെങ്കിൽ അതും ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു 2π/t ആയിരിക്കും, അല്ലെങ്കിൽ 2π ആയിരിക്കും. നമ്മളത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒമേഗ ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ 2π. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ടൈം പീരീഡായിട്ട്, അതായത് ഓസിലേറ്ററി മോഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പീരിയോഡിക് മോഷൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടുന്ന സ്മോളസ്റ്റ് ടൈം ഇന്റർവെലിന് പറയുന്ന പേരാണ് പീരീഡും. പീരീഡ് T ഈക്വൽ ടു T/n. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് റെപ്പറ്റീഷൻ. അതെന്ന് പറഞ്ഞാൽ ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഹെർട്സ്. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയാണ്. ഒമേഗ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2π/t അല്ലെങ്കിൽ 2π. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻസ് പെർ സെക്കൻഡ്. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ചേഞ്ചസ് വിത്ത് ടൈം ഇൻ എ പീരിയോഡിക് മോഷൻ. അതായത് ഒരു പീരിയോഡിക് മോഷനിൽ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പൊസിഷൻ ആകാം, ആംഗിൾ ആകാം, വോൾട്ടേജ് ആകാം, പ്രഷർ ആകാം, ഇലക്ട്രിക് ഫീൽഡ് ആകാം, മാഗ്നറ്റിക് ഫീൽഡ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് മോഷനിൽ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതെന്ന് പറയുന്നത് പൊസിഷനോ ആംഗിളോ വോൾട്ടേജോ പ്രഷറോ എന്ത് വേണ്ട. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ സിമ്പിൾ പെൻഡലത്തിന്റെ കേസ് എന്ന് പറയുമ്പോൾ ഒരു മീൻ പൊസിഷൻ ചെയ്യുന്നത് അത് മുന്നോട്ടും പുറമോട്ടും മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ടും. അപ്പോൾ ഇവിടെ മാറുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംഗിൾ അല്ലേ വേരി ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ പെൻഡലത്തിന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ആംഗിളാണ്. ഇനി സ്പ്രിങ്ങിന്റെ മൂവ്മെന്റിലാണെങ്കിൽ നമ്മൾ സ്പ്രിങ്ങിൽ അതിന്റെ ഫിക്സ് ചെയ്തിട്ട് അതിനെ താഴേക്ക് വലിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ അതിന്റെ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നത് എന്താണ്? അതിന്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി സൗണ്ട് വേവ്സ് എയറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഷറിനാണ്. അപ്പോൾ പ്രഷറാണ് അവിടെ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ആൾട്ടർനേറ്റീവ് കറന്റ് സ്റ്റഡിയിൽ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്ന് പറയുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ചേഞ്ചസ് വിത്ത് ടൈം ഇൻ എ പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷനിലെ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതെന്ന് പറയുന്നത് പൊസിഷൻ ആകാം, ആംഗിൾ ആകാം, വോൾട്ടേജ് ആകാം, പ്രഷർ ആകാം. അപ്പോൾ ഓരോ കേസിന്റെയും എക്സാമ്പിൾസ് അത് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ പീരിയോഡിക് മോഷൻ. ഒരു പീരിയോഡിക് മോഷനെ നമുക്ക് പീരിയോഡിക് ഫംഗ്ഷന്റെ ടേംസിലാണ് എഴുതുന്നത്. ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സൈൻ ഫംഗ്ഷൻ ആകാം, കൊസൈൻ ഫംഗ്ഷൻ ആകാം, അല്ലെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആകാം. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടൈമിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഈ എഫ് ഓഫ് ടിക്ക് പകരം നമ്മൾ അതിന്റെ ടൈം പീരീഡും കൂടെ ചേർത്തിരിക്കുക. f(t+t) കൊടുത്താലും ആ ഫംഗ്ഷന്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ഫംഗ്ഷൻ. അതായത് f(t)=f(t+t) ആണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം എന്തായിരിക്കും? പീരിയോഡിക് ഫംഗ്ഷൻസ് ആയിരിക്കും. ആ പീരിയോഡിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഒരു പീരിയോഡിക് മോഷനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് a എന്നാണ്. അപ്പോൾ a cos omega t എന്ന് എഴുതാം, അല്ലെങ്കിൽ a sin omega t എന്ന് എഴുതാം, അല്ലെങ്കിൽ വേറൊരു വേരിയബിൾ a എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അതേപോലെ മറ്റൊരു വേരിയബിൾ ആണ് b എന്ന് പറയുന്നത്. അപ്പോൾ a cos omega t എഴുതാം, അല്ലെങ്കിൽ b cos omega t എഴുതാം, അല്ലെങ്കിൽ a sin omega t plus b cos omega t. അപ്പോൾ അതിന്റെ കോമ്പിനേഷൻ എഴുതാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതാം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഏതിനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു പീരിയോഡിക് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ f(t) f(t+t) ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നുകിൽ സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സൈൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതിന് പകരം ഞാൻ f(t+t) കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? a sin omega ഇൻറ്റു ടിക്ക് പകരം t+t. ഒമേഗ ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. a sin omega t plus omega into t. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഒമേഗയ്ക്ക് പകരം വാല്യൂ കൊടുക്കുന്നു. ഇവിടെ രണ്ടാമത്തെ ഫംഗ്ഷനിൽ സൈൻ ഒമേഗ ടി പ്ലസ് ഇവിടെ ഒമേഗയ്ക്ക് പകരം 2π/t എന്ന് പറഞ്ഞ റിലേഷൻ ടി ഇൻറ്റു ടി കൊടുക്കുന്നു. ഈ ടിയും ടിയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? a sin 2π plus omega t. അതായത് sin 180 plus theta. sin 180 plus theta എന്ന് പറഞ്ഞാൽ എന്താണ്? sin theta തന്നെ ഇല്ലയോ? a sin
ഒമേഗ ടി. അപ്പോൾ എഫ് ഓഫ് ടിക്ക് പകരം എഫ് ഓഫ് ടി പ്ലസ് ടി കൊടുത്താലും ഫംഗ്ഷൻ്റെ വാല്യൂ മാറുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനാണ് നമ്മൾ എന്താ പറയുക പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് എ സൈൻ ഒമേഗ ടി, എ കോസ് ഒമേഗ ടി, അല്ലെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഇവ ഉപയോഗിച്ച് നമുക്കൊരു പീരിയോഡിക് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓസിലേറ്റീവ് പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതായത് നമ്മൾ ആ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ ആയിരിക്കണം. അപ്പോൾ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറയണമെങ്കിൽ, കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോം മോഷൻ, അതായത് ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള മോഷൻ. അപ്പോൾ ഇത് മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങുന്നു. അപ്പോൾ അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ത് ചെയ്യും, അതിനെ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ അത് അങ്ങോട്ടേക്ക് നീങ്ങുന്നു, റീസ്റ്റോറിംഗ് ഫോഴ്സ് തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം ഏത് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, അങ്ങനെയുള്ള മൂവ്മെന്റിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് റീസ്റ്റോറിംഗ് force at an instant of time is directly proportional to the displacement from the mean position, then that particular motion is called a simple harmonic motion. അപ്പോൾ restoring force is directly proportional to displacement. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളിവിടെ കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, -k കൊടുക്കാൻ കാരണം നമ്മൾ പറഞ്ഞ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അതിനെ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. പക്ഷെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ മൈനസ് സൈൻ കൊടുക്കുന്നത്. അപ്പോൾ F ഈക്വൽ ടു -kx ആണ്. ഫ്രം സെക്കൻഡ് ലാ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ ma ഈക്വൽ ടു -kx ഓർ a ഈക്വൽ ടു -k/m ഇൻറ്റു x. k നമ്മളിവിടെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയാം. k എന്താണ്, ഫോഴ്സ് കോൺസ്റ്റന്റ്. അപ്പോൾ കെയും എം എന്ന് പറയുന്നത് എന്താണ്, മാസ് ആണ്. മാസ് ഓഫ് ദ പാർട്ടിക്കിളും കെയും k/m റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒമേഗ സ്ക്വയർ എന്ന് പറയാം, ആംഗുലർ വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മൾ k/m റേഷ്യോയ്ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ ആണ് എന്ത്, ഒമേഗ സ്ക്വയർ, ആംഗുലർ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് പറയാം ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. k/m റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ സ്ക്വയർ ആണ്. ഇതെന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ പ്രത്യേകിച്ച് ഒന്നുകിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓസിലേഷൻസ് ഓഫ് എ ലോഡഡ് സ്പ്രിങ്, ഒരു ലോഡ് ചെയ്ത സ്പ്രിങ്ങിന്റെ മൂവ്മെന്റ്, വൈബ്രേറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻസ്, പിന്നെ അതേപോലെ ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെല്ലത്തിന്റെ മൂവ്മെന്റ്, ഇതെല്ലാം എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആണ്. അതായത് അവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മീൻ പൊസിഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അടുത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ F ഈക്വൽ ടു -kx ആണെന്ന് പറഞ്ഞു. ന്യൂട്ടന്റെ സെക്കൻഡ് ലാ അനുസരിച്ച് F ഈക്വൽ ടു ma ആണ്, ma ഈക്വൽ ടു -kx. ഇനി ആക്സിലറേഷനെ അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുള്ളത് d2x/dt² ആണ്, ഈക്വൽ ടു -kx. എല്ലായിടത്തും m കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ d2x/dt² ഈക്വൽ ടു -k/m ഇൻറ്റു x. നമ്മൾ നേരത്തെ പറഞ്ഞ k/m റേഷ്യോയ്ക്ക് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം, ഒമേഗ സ്ക്വയർ കൊടുക്കാം. അപ്പോൾ d2x/dt² ഈക്വൽ ടു -ω²x. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, d2x/dt² പ്ലസ് ω²x ഈക്വൽ ടു 0. ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ അതിന് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷനാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ആ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ സൊല്യൂഷൻ പഠിച്ചാൽ അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ട. a cos
ഒമേഗ ടി നമ്മൾ പറഞ്ഞു കൊസൈൻ ഫംഗ്ഷനോ സൈൻ ഫംഗ്ഷൻ. പിന്നെ അവിടുത്തെ ഫേസ് ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫൈ എന്ന് പറയുന്ന വേരിയബിളിനോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ കോസ് ഒമേഗ ടി അല്ലെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് അതിൻ്റെ ഫേസ് ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഫൈ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡിനൽ വേരിയേഷൻ. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇനിഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എഴുതാൻ പറഞ്ഞാലും നമുക്ക് എന്ത് എഴുതിയത്? എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പോൾ ഇത് കൊസൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? കോസ് ഫംഗ്ഷന്റെ ഗ്രാഫിന് സിമിലർ ആണ് ഏതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, മാക്സിമം ഹൈറ്റ്. അതേപോലെ നെഗറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ്? -a ആണ്. ഇനി ഇത് 0 to t വരെ ആണെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുന്നത് അതിന്റെ എന്താണ്? ടൈം പീരീഡ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പോൾ കൊസൈൻ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്കറിയാം 0-യിലാണ് കോസിന് മാക്സിമം വാല്യൂ. പിന്നെ അതിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്ത് നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം വാല്യൂ. ആ കോസ് ഫംഗ്ഷന്റെ സെയിം ഗ്രാഫ് തന്നെ. പിന്നെ എ എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടാവുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ പോസിറ്റീവ് ഡയറക്ഷനിൽ, നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? -a. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്രയാണ്? d²x/dt² പ്ലസ് ω²x = 0 ആണ്. അതിന്റെ സൊല്യൂഷൻ എത്രയാണ്? x = a cos ωt പ്ലസ് ഫൈ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ പഠിച്ചായിരുന്നു. x of t = a cos ωt പ്ലസ് ഫൈ. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റിയുടെ ആക്സിലറേഷന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കുക. ഡിസ്പ്ലേസ്മെന്റ് അറിയാമെങ്കിൽ നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ dx/dt ആണ് വെലോസിറ്റി. അതായത് d/dt ഓഫ് എക്സിന് പകരം a cos ωt പ്ലസ് ഫൈ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് d/dt ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. d/dt ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗ ടി. ഇപ്പോൾ d/dt ഓഫ് കോസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി ആണ്. ഇനി d/dt ഓഫ് കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഈ ടിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. തിരിച്ച് d/dt ഓഫ് സൈൻ ഒമേഗ ടി ആണെങ്കിൽ പ്ലസ് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ വരും. അപ്പോൾ ആ റിസൾട്ട് നിങ്ങൾ കാണാൻ പഠിച്ചോണം. d/dt ഓഫ് കോസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി. ഇനി അതിനൊരു കോഎഫിഷ്യൻറ്റ്, ടിക്ക് ഒരു കോഎഫിഷ്യൻറ്റ് വരികയാണെങ്കിൽ ആ കോഎഫിഷ്യൻറ്റ് കൊണ്ടുകൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ d/dt ഓഫ് സൈൻ ടി എന്ന് പറഞ്ഞാൽ പ്ലസ് കോസ് ടി ആയിരിക്കും. അപ്പോൾ ആ റിസൾട്ടാണ് നമ്മളിനി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എയും കോൺസ്റ്റന്റ്. അപ്പോൾ എ കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ആ ടേം അതേപോലെ. പിന്നെ ടിയുടെ കോഎഫിഷ്യന്റ് വരുന്നത് ഒമേഗയുള്ളൂ. ഫൈയുടെ ടേം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അപ്പോൾ വെലോസിറ്റി ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ബി ഓഫ് ടി. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതാം. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. എന്താണ്? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഇനി ഇതിനെ നമ്മൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാണ്. നമുക്ക് മാത്സിന്റെ റിസൾട്ട് അറിയാം. അതായത് sin² θ പ്ലസ് cos² θ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ അതായത് sin² θ പ്ലസ് cos² θ എന്ന് പറയുന്നത് 1. അപ്പോൾ sin² θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എഴുതാം? 1 മൈനസ് cos² θ എന്ന് എഴുതാം. അല്ലെങ്കിൽ sin θ എന്ന് പറഞ്ഞാൽ √1 മൈനസ് cos² θ എന്ന് എഴുതാം. ആ റിസൾട്ട് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടും? മൈനസ് എ ഒമേഗ √1 മൈനസ് cos² ഒമേഗ ടി പ്ലസ് 5. ഇനി എ ഞാൻ ഈ റൂട്ടിനകത്തേക്ക് എടുക്കുന്നു. റൂട്ടിനകത്തേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ റൂട്ടിനകത്ത് വരുമ്പോൾ എ എന്താകും? a² ആകും. അപ്പം മൈനസ് ഒമേഗ ഇൻറ്റു √a² മൈനസ് a² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? കാരണം ഇത് രണ്ട് ടേംസ്. a² cos² ഒമേഗ ടി പ്ലസ് 5.
ഇനി എ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എക്സ്, അപ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്തായിരിക്കും? എക്സ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് എന്ത്? വെലോസിറ്റിയുടെ ഇക്വേഷൻ. അതായത് എക്സിന്റെ ടേമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ എക്സിന്റെ വേരിയേഷൻ അനുസരിച്ച് വെലോസിറ്റിയുടെ വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അപ്പോൾ വെലോസിറ്റി എന്ത് വരും? ഡി എക്സ് ബൈ ഡി ടി. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇനി ടിക്ക് കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഇക്വേഷൻ കിട്ടി. ഇത് വെലോസിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ തന്നെയാണ്. ഇനി വെലോസിറ്റിക്ക് ഡിസ്പ്ലേസ്മെന്റിന് അനുസരിച്ചുള്ള വേരിയേഷൻ അറിയാൻ വേണ്ടി നമ്മൾ അതിനെ എക്സിന്റെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് എന്താണ്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. ആ റിസൾട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ എ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ റൂട്ടിനകത്തേക്ക് പോകുമ്പോൾ എ സ്ക്വയർ ആവും. അപ്പം എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 വരെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ വെലോസിറ്റിയുടെ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സീറോ പൊസിഷനിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണെങ്കിൽ വെലോസിറ്റി എത്ര വരും? വി ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് സീറോ. റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ, അതായത് വെലോസിറ്റി എന്താകും? മൈനസ് എ ഒമേഗയാകും. എന്ത് ചെയ്യും? ഇനി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനിലെ ആംപ്ലിറ്റ്യൂഡിന്റെ മാക്സിമം വാല്യൂ ആണ്. അതല്ല, ഇനി എക്സിന്റെ വാല്യൂ എ ആകുമ്പോഴോ, അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമം ആകുമ്പോൾ വെലോസിറ്റി എന്താ വരും? എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താകും? സീറോ ആകും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആകുമ്പോൾ വെലോസിറ്റി സീറോ ആകും. ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുമ്പോൾ വെലോസിറ്റി മാക്സിമം, അതായത് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിൽ അപ്പോൾ എങ്ങനെയുള്ള റിലേഷൻ? ഒരു ഇൻവേഴ്സ് റിലേഷൻ. ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണെങ്കിൽ വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം, ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആകുമ്പോൾ വെലോസിറ്റി എന്താകും? സീറോ ആകും. അപ്പോൾ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും വെച്ചിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാം. അത് ആക്സിലറേഷനും കൂടെ പഠിച്ചിട്ട് നമുക്ക് ആ മൂന്നിന്റെയും കൂടെ കമ്പയർ ചെയ്തിട്ട് വരയ്ക്കാം. അടുത്തത് ആക്സിലറേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷന്റെ ഇക്വേഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു, മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അതെന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ടൈം ഡെറിവേറ്റീവ് ആയിരിക്കും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അപ്പോൾ ടി ഉള്ള ഫംഗ്ഷന് മാത്രമേ ഡെറിവേറ്റീവ് ഉണ്ടാവും, ബാക്കിയെല്ലാം കോൺസ്റ്റൻസ്. അപ്പോൾ മൈനസ് ഒമേഗ എ കോൺസ്റ്റന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ടി ആണ്. അപ്പം ടിയുടെ സ്ഥാനത്ത് ആരാണ്? ഒമേഗ ടി പ്ലസ് 5 ആണ്. ഇൻറ്റു ടി ഉള്ളതിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ടുകൂടി നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ, ഈ ഒമേഗയുടെ മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇവിടെ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. എത്രയാണ്? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അപ്പോൾ ഇവിടെ റിലേഷൻ നമുക്ക് ഡയറക്റ്റ് എക്സിന്റെ ടേംസിൽ തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്കിനി ഇവിടെ കൺവേർഷൻ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ എക്സ് സീറോ ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായി പോവും? സീറോ ആകും. ഇനി എക്സ് മാക്സിമം ആകുമ്പോൾ ആക്സിലറേഷൻ എന്തായിരിക്കും? മൈനസ് ഒമേഗ സ്ക്വയർ എ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനും, അതായത് നെഗറ്റീവ് ഡയറക്ഷനിലെ മാക്സിമം വാല്യൂ. അപ്പോൾ ഇവിടെ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും എങ്ങനെയാണ്? ഡയറക്റ്റ് റിലേഷൻ. എന്നാൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും എങ്ങനെയാണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ് വരുന്നത്. ഇനി ഇത് മൂന്നോടെ വെച്ചിട്ടുള്ള ഗ്രാഫ് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് നേരത്തെ പറഞ്ഞത് കൊസൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് വെലോസിറ്റിയുടെ ഗ്രാഫാണിത് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആകുമ്പോൾ വെലോസിറ്റി സീറോ, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുമ്പോൾ വെലോസിറ്റി മാക്സിമം. ഇനി ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം ആകുമ്പോൾ വെലോസിറ്റി സീറോ, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുമ്പോൾ വെലോസിറ്റി മാക്സിമം. അങ്ങനെ, അതായത് ഇൻവേഴ്സ് റിലേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലെ മാക്സിമം വാല്യൂ മൈനസ് ഒമേഗ എയും പോസിറ്റീവ് ഡയറക്ഷനിലെ മാക്സിമം വാല്യൂ പ്ലസ് ഒമേഗ എയും നമ്മൾ നേരത്തെ പറഞ്ഞത്. അതേപോലെ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അപ്പോൾ എക്സ് പോസിറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം വാല്യൂ വരുമ്പോൾ ഇതിന് നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം വാല്യൂ വരും. അതായത് ഒരു മൈനസ് സൈൻ ഉണ്ടായിട്ട് നേരെ റിവേഴ്സ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് മാക്സിമം ആകുമ്പോൾ ആക്സിലറേഷൻ മാക്സിമം തന്നെ, പക്ഷേ എന്താണ് ഒരു മൈനസ് സൈൻ ഉണ്ടായിട്ട് അത് നെഗറ്റീവ് ഡയറക്ഷൻ. എക്സ് സീറോ ആകുമ്പോൾ എക്സിന്
പോസിറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം വാല്യൂ വരുമ്പോൾ ആക്സിലറേഷന് നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം വാല്യൂ വരും. ഇനി എക്സ് 0 വരുമ്പോൾ ആക്സിലറേഷൻ 0, എക്സ് നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ആക്സിലറേഷന് പോസിറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം വരും. അങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇത് മൂന്നര സെപ്പറേറ്റ് ഗ്രാഫായിട്ടാണ് നോട്ട്സ് വരുന്നത്. ഇത് മൂന്നര കമ്പയർ ചെയ്ത് ഞാനൊന്ന് വരച്ചെന്നേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഫോഴ്സിന്റെ ഇക്വേഷന്. അടുത്തത് ഫോഴ്സ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം, F=ma. നമ്മളിപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് എത്രയാണ്? -ω²x. ഇപ്പോൾ ലാസ്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ്? -ω²x. ഇനി നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചപ്പോൾ ω² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k/m ആണെന്ന് പഠിച്ചായിരുന്നു. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ ω²ന് പകരം നമ്മൾ എന്തെന്ന് കൊടുക്കുക? k/m ഇൻറ്റു എക്സ്. എമ്മും ക്യാൻസൽ ആയിപ്പോൾ, അതായത് F=-kx. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇത് തന്നെയാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ. എത്രയാണ്? F=-kx. ഇനി കെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയാം. ഈ ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? Newton/meter ആണ് വരുന്നത്. ഏതിന്റെ യൂണിറ്റ്? ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് വരുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ടൈം പീരീഡ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ടൈം പീരീഡ് T കണ്ടുപിടിക്കാൻ. അതായത് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ω² k/m, അല്ലെങ്കിൽ ω=√k/m. ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 2π/t √k/m. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്ത് വരും? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താൽ മതി. ഇപ്പം T എന്ത് വരും? 2π /√k/m, അല്ലെങ്കിൽ റൂട്ട് മുകളിൽ പോകുമ്പോൾ എന്ത് വരും? 2π × √m/k. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തത്? ω² k/m ആണെന്നറിയാം. അപ്പോൾ ω=√k/m, ബട്ട് ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ 2π/t. അപ്പോൾ T 2π /√k/m, അല്ലെങ്കിൽ 2π × √m/k. ഇതാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ടൈം പീരീഡ് അറിയാമെങ്കിൽ ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ പറഞ്ഞ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. അപ്പോൾ എന്താ വരും? 2π × √m/kക്ക് പകരം എന്താ വരും? അല്ല, 1/t അല്ലേ. അപ്പോൾ എന്താ വരുന്നത്? 1/2π ഇൻറ്റു ഫ്രീക്വൻസി വരുന്നത് 1/2π × √k/m എന്ന് വരും. 1/2π × √k/m വരും. ഏതിൻ്റെ ഇക്വേഷൻ? ഫ്രീക്വൻസി ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എത്രയാണ്? 1/2π × √k/m. ടൈം പീരീഡ് ആണെങ്കിലോ 2π × m/k. ഇനി ഒരു ടോപ്പിക് കൂടെ ഉണ്ട് നമുക്ക് ഇതിൽ പഠിക്കാൻ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എനർജിയുടെ എക്സ്പ്രഷൻ. അപ്പോൾ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ കൈനറ്റിക് എനർജി എത്രയാണെന്ന് അറിയണം, പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് അറിയണം. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം ½ mv². അപ്പോൾ v കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുമ്പ് നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പഠിച്ചാണ് -ω sin ωt +5. അപ്പോൾ എക്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് a cos ωt +5. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ -12kx² ആണ്. അപ്പോൾ നമ്മളിവിടെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, ½ kx². അപ്പോൾ കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും? ½ × m × vക്ക് പകരം ഇതിന്റെ സ്ക്വയർ വരുമ്പോഴത്തേക്കും മൈനസ് അങ്ങ് പോകും. അപ്പോൾ ബാക്കി എന്തുണ്ട്? ω² a² sin² ωt +5 അല്ലേ? ഇനി ω² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ω² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k/m അല്ലയോ? അപ്പം നമുക്ക് mω²ന് പകരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ mω²ന് പകരം k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ mω²ന് പകരം നമ്മൾ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ വരും? ½ k a² sin² ωt +5. ജസ്റ്റ് ഇക്വേഷനകത്ത് വെലോസിറ്റിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി അതേപോലെ പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? പൊട്ടൻഷ്യൽ എനർജി എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ½ k × a² cos² ωt +5. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ?
കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനകത്ത് ഒരു ഹാഫ് കെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് കെ എ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടിടത്തുനിന്നും ഒരു ഹാഫ് കെ എ സ്ക്വയർ കോമൺ എടുക്കാം. ഇവിടെ പിന്നെ ബാക്കി ആരുണ്ട്? സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് ഇവിടെ ബാക്കി ആരുണ്ട്? കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. നമ്മൾ മാത്തമാറ്റിക്കൽ റിസൾട്ട് പഠിച്ചാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എത്ര വരും? ഹാഫ് കെ എ സ്ക്വയർ വരും ടോട്ടൽ എനർജി. അപ്പൊ നോക്കിക്കേ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്, കെ ആണ് അല്ലെ. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എക്സിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇതെന്ന് പറഞ്ഞാൽ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് ഇവിടെ അല്ലേ. ഇനി ഇവിടെ ആണെങ്കിലോ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഹാഫ് കെ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ എന്ന് വരും. നമ്മൾ നേരത്തെ വെലോസിറ്റിയുടെ കാര്യം ചെയ്തു പറഞ്ഞു വിട്ടു. അപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എക്സിന്റെ ഫംഗ്ഷൻസ്. എന്നാൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞു. ഇപ്പോൾ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ടോ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ടോ കൺവേർട്ട് ചെയ്യാം. പക്ഷേ ആസ് എ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഹാഫ് എം ബി സ്ക്വയർ എടുക്കാം, ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സ്ക്വയർ ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ബൈ എം. അപ്പോൾ എം ഒമേഗ സ്ക്വയറിന് പകരം കെ എന്ന് കൊടുത്തു. ഈ കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഹാഫ് കെ എക്സ് സ്ക്വയറിനകത്ത് എക്സിന്റെ വാല്യൂ കൊടുത്തു. ഇനി അടുത്തത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആണ് സിമ്പിൾ പെൻഡ. അപ്പോൾ അതിൻ്റെ കേസിൽ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും പരീക്ഷയ്ക്ക് എസ്എ പോർഷനായിട്ടൊക്കെ ചോദിക്കാമല്ലോ. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു എൻഡിൽ ഒരു ബോബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്തേക്കാണ്, മറ്റേ എൻഡിൽ ഒരു ബോബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഫിക്സ് ചെയ്ത എൻഡ് തൊട്ട് ബോബിൻ്റെ സെൻറ്റർ വരെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് നമ്മൾ പറയുന്നത്. എല്ലെടുക്കുന്നത് ഇവിടെ തൊട്ട് ബോബിൻ്റെ സെൻറ്റർ വരെ. ബോബിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ അതിൻ്റെ റേഡിയസ് ബാക്കി ലെങ്ത്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. അപ്പോൾ ഈ ബോബ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു, ടു ആൻഡ് ഫ്രോ മോഷൻ വന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തിയ ഡയഗ്രാമാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇത് മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. തീറ്റ ഡിസ്റ്റൻസ് ആ ബോബ് മൂവ് ചെയ്തതായിട്ട് കാണിച്ചേക്കുക, ആ പെൻഡുലം മൂവ് ചെയ്തതായിട്ട് കാണിച്ചേക്കുക. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ആ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബോബിൽ നിന്ന് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. പിന്നെ ഈ സ്ട്രിങ്ങിന് നോർമലായിട്ട് എന്തുണ്ട്? ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ്. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ഇതേ ഡയറക്ഷനിൽ, അതായത് ഇപ്പോൾ ഈ ഫോഴ്സിനെ നമുക്ക് വേണമെങ്കിൽ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇങ്ങനെ ഒരു കമ്പോണൻറ്റും ഇങ്ങനെ ഒരു കമ്പോണൻറ്റ്. കാരണം എന്താ? ഈ സ്ട്രിങ്ങിൻ്റെ അതേ ഡയറക്ഷനിലല്ല എഫ് ജി ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ. അപ്പോൾ എഫ് ജിയുടെ തീറ്റ ഉള്ള കമ്പോണൻറ്റ് കോസ് കമ്പോണൻറ്റും തീറ്റ ഇല്ലാത്ത കമ്പോണൻറ്റ് സൈൻ കമ്പോണൻറ്റ്. അപ്പോൾ നോക്കിക്കേ, ഇത് കറക്റ്റ് ഇതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ എഫ് ജി കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ആരെ ബാലൻസ് ചെയ്യുന്നു? എഫ് ജി കോസ് തീറ്റ എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിലെ ടെൻഷനെ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടുകൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോ. പിന്നുള്ള കമ്പോണന്റ് ഏതാണ്? എഫ് ജി സൈൻ തീറ്റ. അപ്പോൾ അത് എന്തിനു വേണ്ടി ശ്രമിക്കും? ഈ ബോബ് ഇങ്ങോട്ടേക്ക്, അതായത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ എഫ് ജി സൈൻ തീറ്റ എന്ത് ചെയ്യും? തിരിച്ച് അതിനെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ എഫ് ജി സൈൻ തീറ്റയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? റീസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എഫ് ജി സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേഷൻ എഫക്റ്റിൽ ഉണ്ടാകുന്നത്, അതായത് തിരിച്ചതിനെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരും, പിന്നെ അത് അങ്ങോട്ടേക്ക് പോകുന്നു അല്ലെ, അങ്ങോട്ട് മീൻ പൊസിഷനിൽ, പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു, പിന്നെ തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ, പിന്നെ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേഷണൽ എഫക്റ്റാണ് വന്നത്, ഒരു ടേണിങ് എഫക്റ്റ് വന്നു. അപ്പോൾ ടേണിങ് എഫക്റ്റ് വന്നതിന് അവിടെ ഫോഴ്സ് അല്ല വരുന്നത്, എന്താണ് വരുന്നത്? ടോർക്കാണ് വരുന്നത്. അപ്പോൾ ടോർക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻറ്റു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ടോ ഈക്വൽ ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ജി സൈൻ തീറ്റ. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ. അപ്പോൾ മൈനസ് എഫ് ജി സൈൻ തീറ്റ ഇൻറ്റു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് മൈനസ് എഫ് ജി സൈൻ തീറ്റ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ബോബിന്റെ ഇവിടെ നിന്നും ഈ ഫോഴ്സിന്റെ ഇവിടെ നിന്ന് ഇക്വിലിബ്രിയം പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എം ജി അല്ലേ. അപ്പോൾ മൈനസ് എം ജി സൈൻ തീറ്റ ഇൻറ്റു
ലെങ്ത് ഓഫ് ദ പെൻഡുലം എത്രയാണ്? L ആണ്. ഇനി ടോർക്കും ആംഗുലാർ ആക്സിലറേഷൻ തമ്മിലുള്ള റിലേഷൻ നമ്മൾ റൊട്ടേഷൻ മോഷനകത്ത് പഠിച്ചാണ്. ടോർക്ക് ടോ ഈക്വൽ ടു ഐ ആൽഫ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ ടോർക്കിന് പകരം നമുക്ക് എന്ത് വേണേ കൊടുക്കാം? ഐ ആൽഫ എന്ന് കൊടുക്കാം അല്ലേ? നമ്മൾ റൊട്ടേഷൻ മോഷനകത്ത് പഠിച്ച റിലേഷൻ ഐ ആൽഫ ഈക്വൽ ടു മൈനസ് എം ജി എൽ സൈൻ തീറ്റ. ഇനി ആൽഫ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? മൈനസ് എം ജി എൽ ബൈ ഐ ഇൻറ്റു സൈൻ തീറ്റ. ഇനി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സ്പ്രിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യല്. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ മാസ് തന്നിട്ടുണ്ട്, ബോബിന്റെ മാസ് ഉണ്ട്. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ അതിന്റെ ഡിസ്റ്റൻസ് അറിയാം, L ആണ്. അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ എത്ര കിട്ടും? എം എൽ സ്ക്വയർ എന്ന് കിട്ടത്തില്ല, മാസ് ഇൻറ്റു അങ്ങനെയല്ലേ മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുക്കുന്നത്? മാസ് എം സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതാണ്? ഇതാണ്. അത് ഈ ഇവിടെ ഇതിന് അബൌട്ടായിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിളിന് ഇവിടെ നിന്നുള്ള റൊട്ടേഷൻ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? L. അപ്പോൾ എം എൽ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ എമ്മും ക്യാൻസൽ ആയി പോവും, ഒരു എല്ലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ആൽഫ ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു സൈൻ തീറ്റ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ സ്മോൾ ആംഗിൾസ് സൈൻ തീറ്റ ഈസ് നിയർലി ഈക്വൽ ടു തീറ്റയാണ് നേരത്തെ പഠിച്ചിട്ടുള്ള. അപ്പൊ ഫോർ സ്മോൾ ആംഗിൾസ് സൈൻ തീറ്റ ഈസ് നിയർലി ഈക്വൽ ടു തീറ്റ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറാം? ആൽഫ ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ. ഇല്ലേ? ആൽഫ ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ. ഇതെന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മുടെ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ലീനിയർ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും എല്ലാം കൂടെ വെച്ചിട്ടൊരു റിലേഷൻ നമ്മൾ പഠിച്ചില്ലയോ? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആക്സിലറേഷന്റെ എങ്ങനെയാ? ഇവിടെ ആൽഫ ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ. ആക്സിലറേഷന്റെ റിലേഷൻ എങ്ങനെയാ? എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ, ഇത് ലീനിയർ ആക്സിലറേഷൻ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഈ ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണ്? ജി ബൈ എൽ. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ. അതായത് ആംഗുലാർ ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? ഈ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറയാം. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷനാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. എന്താണ്? ആൽഫ ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ. ഇവിടെ ഒമേഗ സ്ക്വയറിന്റെ വാല്യൂല് മാത്രമേ ഉള്ളൂ മാറ്റം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ജി ബൈ എൽ ആണ്. അപ്പോൾ നമുക്ക് ഒമേഗ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? റൂട്ട് ഓഫ് ജി ബൈ എൽ. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിച്ചുകൂടെയോ? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ബൈ ടി ആണ്. 2π ബൈ ടി ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. അല്ലെങ്കിൽ ടൈം പീരീഡ് ടി ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ജി ബൈ എൽ, അല്ലെങ്കിൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടും. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഒരു സിമ്പിൾ പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താ കിട്ടി? 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടി. ഈ ഇക്വേഷൻ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ടി സ്ക്വയർ ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി. ഈ ജി കണ്ടുപിടിക്കാൻ ആക്സിലറേഷൻ ഡ്യൂ ടു നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 4π സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ സഹായത്തോടെ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിക്കേ, ഈ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്തത്? സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലത്തിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ എമ്മിന്റെ ടേമോ തീറ്റയുടെ ടേമോ ഇല്ല. അതായത് മാസ് ഓഫ് ദ ബോബിനെയോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷനെയോ അതെന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ലെങ്ത് ഓഫ് ദ പെൻഡുലത്തിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടൈം പീരീഡ് അറിയാമെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ജി ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു എൽ ബൈ ടി സ്ക്വയർ. ഇനി എന്താണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. നമുക്ക് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഒരു സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് എത്രയാണ്? പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ ഒരു സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ടൈം പീരീഡ് 4 ആയിട്ടുള്ളതിൽ ഇപ്പോൾ ഈ ജിയുടെ ഇക്വേഷൻ അറിയാം.
അപ്പൊ ഇതിൽ നിന്ന് ലെങ്തിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ജി എൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ജി ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 π². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജി എന്ന് പറഞ്ഞാൽ 9.8, ടൈം പീരീഡിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3.14². 4ഉം 4ഉം ക്യാൻസൽ ആവും. 3.14² എന്ന് പറഞ്ഞാൽ 9.8 ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് നിയർലി 1 മീറ്റർ എന്ന് കിട്ടും. സെക്കൻഡ് പെൻഡലത്തിന്റെ ലെങ്ത്. ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ പെൻഡലത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സിമ്പിൾ പെൻഡലം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അത് നമ്മൾ പ്രോബ്ലം അത് ഡെറിവേഷൻ ചെയ്തത് എങ്ങനെയാണ്? ഇക്വിലിബ്രിയം പൊസിഷൻ, അതിൽ നിന്ന് അതിനുള്ള ഡിസ്പ്ലേസ്മെന്റ് എഴുതി. എന്നിട്ട് എന്താ ചെയ്തത്? അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എഫ് ജി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിനെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇതിന്റെ ഡയറക്ഷനുള്ള കമ്പോണന്റ് എഫ് ജി കോസ് തീറ്റയും ഇങ്ങോട്ടുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങോട്ടുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ജി സൈൻ തീറ്റ. ഇതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഈ എഫ് ജി കോസ് തീറ്റ ആര് ബാലൻസ് ചെയ്യുന്നു? ടെൻഷൻ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് എഫ് ജി സൈൻ തീറ്റ. അപ്പോൾ അവിടെ ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവും. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ മൈനസ് സൈൻ കൊടുക്കും. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇതിന് ഇക്വിലിബ്രിയം പൊസിഷനുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി പെൻഡില. ഇനി എഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അത് എത്രയാണ്? എം ജി ആണ്. അപ്പോൾ ടോർക്കിന്റെ വാല്യൂ മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് വരും. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ടോർക്ക് എന്ന് പറഞ്ഞാൽ ഐ ആൽഫ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ആൽഫ ഈക്വൽ ടു എന്തെന്ന് എഴുതി? മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്? സിമ്പിൾ പെൻഡലത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് എമ്മും ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ് എല്ലും ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ml² എന്ന് എഴുതുക. ml² ആൽഫ ഈക്വൽ ടു മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് എഴുതുക. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടേംസ് ക്യാൻസൽ ആയി പോവും. ബാക്കി അപ്പോൾ എത്ര കിട്ടും? ആൽഫ ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ സൈൻ തീറ്റ. അപ്പോൾ ഫോർ സ്മാൾ ആംഗിൾസ് ആൽഫ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഇതിനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ എ ഈക്വൽ ടു മൈനസ് ഒമേഗ² എക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ² സ്ഥാനത്ത് കിടക്കുന്ന ആരാണ്? ജി ബൈ എൽ. അപ്പോൾ ഒമേഗ² ജി ബൈ എൽ ആണെങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ജി ബൈ എൽ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t. അപ്പോൾ ടി ഈക്വൽ ടു എന്തായിട്ടും 2π ഇൻറ്റു റൂട്ട് ഓഫ് L/g. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഓസിലേഷൻസ് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്.